നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എവിടെയായിരിക്കും? വീട്ടിലോ, ആശുപത്രിയിലോ, വേറെ രാജ്യത്തോ, വഴിയിലോ, മോട്ടോർ സൈക്കിളിലോ, കാറിലോ, ആശുപത്രിയിലോ എവിടെയായിരിക്കും? എങ്ങനെയായിരിക്കും? നമുക്കറിയില്ല. എത്ര വർഷം ജീവിച്ചിരിക്കുമെന്നറിയില്ല. നമ്മുടെ ജീവിതം വെള്ളത്തിലെ കുമിള പോലെയാണ്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ സഭാധ്യക്ഷൻ അന്തരിച്ച KP യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറം പറ്റിയതുപോലെയായിരുന്നു മരണവും. ഈ ചൊവ്വാഴ്ച US ഡാലസിലുണ്ടായ അപകടത്തിലാണ് KP യോഹന്നാൻ്റെ ജീവൻ നഷ്ടമായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെട്രോപൊളിറ്റ ഡാലസ് സിറ്റിയിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ഡാലസിലെ സിൽവർ സിൻറ്റിൽ പ്രഭാത സവാരിക്കിടെയാണ് വാഹനമിടിച്ചിട്ടത്. അപകടത്തിൽ നെഞ്ചിനും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ആന്തരികാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിച്ചു. അതിനിടെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ തുടങ്ങി. സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റിപ്പുഴയിലെ സെൻറ്റ് തോമസ് നഗറിൽ ഖബറടക്കത്തിൻ്റെ തീയതി പിന്നീട് തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം രാത്രി സഭാ ആസ്ഥാനത്ത് ചേർന്ന ബിഷപ്പുമാരുടെ പ്രത്യേക യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. US നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 10 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്ന് സഭാ അധികൃതർ അറിയിച്ചു. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണെന്നും അവർ പറഞ്ഞു. ചെന്നൈ അതിഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക. വാഹനാപകടത്തിൽ ദുരൂഹതയില്ലെന്നാണ് സഭയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദ ചർച്ചകൾക്കും പ്രതികരിക്കില്ല. ഭൗതിക ശരീരം വിട്ടുകിട്ടാനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അമേരിക്കൻ അധികൃതരുമായി നടപടികൾ തുടങ്ങിയെന്ന് സിനഡ് അറിയിച്ചു. അതിനിടെ ഇടിച്ചിട്ട വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മെത്രോപൊളിത്തയുടെ ഭാര്യ ഗിസല്ലയും മക്കളായ ഡാനിയൽ, സാറ എന്നിവർ അമേരിക്കയിൽ തന്നെയുണ്ട്. തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് 1950 KP യോഹന്നാൻ ജനിച്ചത്. കാപ്പലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്നാണ് മുഴുവൻ പേര്. കുടുംബം മാർത്തോമ വിശ്വാസികളായിരുന്നു. കുട്ടിക്കാലത്ത് കുടുംബ തൊഴിലായ താറാവ് കൃഷി നടത്തി. കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞതാണ് ജീവിതം മാറ്റിമറിച്ചത്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ 16 വയസ്സിൽ അംഗത്വമെടുത്തു. WA ക്രിസ്തുവൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെടുകയും ആ സൗഹൃദം ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുകയും ചെയ്തു. പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹന്നാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസല്ലയെ ജീവിത പങ്കാളിയാക്കി. 1978 ഭാര്യയുമായി ചേർന്ന് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സസിൽ തുടക്കമിട്ടു. 1983 സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു. ആത്മീയ യാത്ര എന്ന പരിപാടിയിലൂടെ അനുയായികളെ നേടിയെടുത്തു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് പിന്നീട് തുടക്കം കുറിച്ചു. 2003 ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി. സഭയുടെ ബിഷപ്പായി യോഹന്നാൻ മാറി. KP യോഹന്നാൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊളിത്ത പ്രഥമനായി. ബിലീവേഴ്സ് ചർച്ച് പറന്നു പന്തലിച്ചു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ, 30ഓളം ബിഷപ്പുമാർ, 10ഓളം രാജ്യങ്ങളിലായി 35 ലക്ഷത്തോളം വിശ്വാസികളുമുണ്ട്.